തൊഴിലുറപ്പ് പദ്ധതി ഇത് ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടിയിട്ട് നേടിയെടുക്കുക. നമസ്കാരം. പുരാണത്തിലെ മന്ദര എന്ന കൂനി കൈകേകിയെ പറഞ്ഞിളക്കിയതിൻ്റെ ഫലം നമ്മൾ കണ്ടതാണ്. രാജാവാകേണ്ടയാൾ കെട്ടിപ്പെറുക്കി വനവാസത്തിന് പോകേണ്ടി വന്നു. ദശരഥനോട് ഏത് വരമാണ് ചോദിക്കേണ്ടത് എന്ന് വരെ പറഞ്ഞു പഠിപ്പിച്ചു മന്ദര. ആ മന്ദരമാർ കൂനൊക്കെ നിവർന്ന് പല പല വേഷത്തിൽ ഇപ്പോഴും സമൂഹത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ പാർട്ടികളിലും മന്ദരമാരുണ്ട്. പീക്ക് ഓഫ് ഫ്രസ്ട്രേഷൻ്റെ ആൾരൂപമാണ് ഈ മന്ദര. അവർ അടുക്കളയിലും അന്തഃപുരത്തിലും ഇടനാഴികളിലും എല്ലാം പ്രത്യക്ഷപ്പെടും. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ രാഷ്ട്രീയ മന്ദരമാർ എവിടെയും പ്രത്യക്ഷപ്പെട്ടേക്കാം. കള്ളങ്ങൾ പറഞ്ഞ് ആളെ ഇളക്കും. ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ പറയുമ്പോൾ നമ്മളെ കുളിപ്പിച്ച് കിടത്താനാണെന്ന് തോന്നുകയേയില്ല. പുരാണത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വരാം. കുറേ സാധുക്കളായ തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകളോട് നട്ടാൽ കുരുക്കാത്ത നുണകളല്ലേ ഡബിൾ കെ ശൈലജ തട്ടിവിടുന്നത്. തൊഴിലുറപ്പ് പദ്ധതി CPM കൊണ്ടുവന്നതാണത്രേ. CPMന് കൂടുതൽ സീറ്റ് കിട്ടിയാലുള്ള പ്രയോജനം കണ്ടില്ലേ? കോൺഗ്രസ് ആണ് പദ്ധതിയുടെ ഉപജ്ഞാതാക്കളെന്ന് അറിയാഞ്ഞിട്ടല്ല ശൈലജ ഈ കള്ളം പറയുന്നത്. പക്ഷേ അത് പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല താനും. സാധുക്കളുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്ത് വോട്ട് തട്ടുക. കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും ഫേക്കായ വനിതാ നേതാവായി മാറാൻ മത്സരിക്കുകയാണോ ഈ ശൈലജയെന്ന് തോന്നിപ്പോകും. അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള കഠിന പ്രയത്നത്തിലാണ് ശൈലജ. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുക എന്നതാണ് ഇവരുടെ രീതി. ഇനി ശൈലജ പറഞ്ഞ മറ്റൊരു വിവരക്കേട് കൂടി കേൾക്കുക. ഓണത്തിന് ഒരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനവും കൊടുക്കുന്നില്ല. കേരളത്തിൽ LDF ഉള്ളതുകൊണ്ട് ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണ്. ഓണത്തിനൊരു പ്രത്യേക അലവൻസ് നൽകുന്ന പരിപാടി കേരളത്തിൽ മാത്രമേ ഉള്ളത്രേ. ശുദ്ധ മണ്ടത്തരമാണ് താൻ പറയുന്നത് എന്ന് അറിയാമായിരുന്നിട്ടും ഈ പോഴത്തരം പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കും? അധികാരത്തോടുള്ള അടങ്ങാത്ത ആസക്തി. ഓണം കേരളീയരുടെ മാത്രം ഉത്സവമാണ്. UP സർക്കാരും തമിഴ്നാട് സർക്കാരും മഹാരാഷ്ട്രയുമൊക്കെ കേരളത്തിൽ ഓണം വരുന്നതിന് അവിടെ അലവൻസ് കൊടുക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? നുണയിൽ കുരുത്ത് കാപട്യം കാണിച്ച് പെണ്ണുകേസിൽ വളർന്ന് തിടം വെച്ച് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് നടക്കുന്ന പ്രസ്ഥാനമായി മാറിയല്ലോ ഈ CPM. AKG സെൻറ്റർ അഭിമാന പുരസ്സരം അവതരിപ്പിച്ച അതിജീവിതകളൊക്കെ ഗർഭവും താങ്ങിപ്പിടിച്ച് മാളത്തിലൊളിച്ചതോടെ CPMൻ്റെ നേതാക്കളെല്ലാം നിലവിളിക്കുകയാണിപ്പോൾ. ഇനി ആരുടെ പേരെടുക്കും, ഏത് തൊട്ടിലാട്ടും? അതിനാണ് ഈ നുണകളുമായി എത്തിയിരിക്കുന്നത്. തീരെ രക്ഷയില്ലെങ്കിൽ കൊമ്പനാനയ്ക്ക് വരെ ഇവർ ഗർഭമുണ്ടാക്കി കളയും. വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുത്ത് സ്വന്തമാക്കിയ പോലെ ഒരു പരിപാടിയാണ് തൊഴിലുറപ്പിൻ്റെ പിതൃത്വം ഏറ്റെടുക്കലും. 2004 തെരഞ്ഞെടുപ്പ് കാലത്ത് വാജ്പേയി സർക്കാർ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനുമായി ഇറങ്ങിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത പദ്ധതിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. കാഫിർ സ്ക്രീൻഷോട്ട് മുതൽ ലോകത്താരും കാണാത്ത അശ്ലീല വീഡിയോ വരെ ആയുധമാക്കി കരഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ച ശൈലജ കോവിഡ് കാലത്ത് നടത്തിയ തള്ളലുകൾ കേട്ട് ലോകം മുഴുവൻ കോരിത്തരിച്ചതാണ്. പാപം കിടുങ്ങാക്ഷി അമ്മയെ വരെ തോൽപ്പിച്ചു കളഞ്ഞു ശൈലജ. കിടുങ്ങാക്ഷിയാണെങ്കിൽ തീവ്രത അളക്കും, ചിലപ്പോൾ ഞെട്ടിത്തരിക്കും, ചില്ലറ കള്ളങ്ങളൊക്കെ പറയും. പക്ഷേ ഇതല്പം കൂടിയ ഇനമാണ്. ഓണത്തിന് മറ്റൊരു സംസ്ഥാനവും അലവൻസ് കൊടുക്കുന്നില്ല പോലും. മഹാരാഷ്ട്രയിലും ബീഹാറിലും കർണാടകയിലുമൊക്കെ നാട് കാണാൻ ഇറങ്ങിയ ശേഷമാണല്ലോ മഹാബലി കേരളത്തിൽ വരുന്നത്. പിണറായി വിജയൻ അതിർത്തിയിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ്. രണ്ടുപേരും കൂടി ഓലക്കുടയ്ക്കകത്ത് കയറി ഒരു വരവുണ്ട്. ശൈലജ വൃദ്ധയോട് വയസ്സ് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി കേട്ടോ, ഒത്തിരി ഉണ്ട്. 75 വയസ്സിന് മേൽ പ്രായമുണ്ടാകും ആ സ്ത്രീക്ക്. എത്ര വയസ്സായി? ഇപ്പോഴും അവർ അധ്വാനിച്ച് ജീവിക്കുന്നു. ഭർത്താവ് ആശുപത്രിയിൽ കിടന്നപ്പോൾ പൊടിയരിക്കഞ്ഞ് കുടിച്ചതിൻ്റെ വരെ കാശ് സർക്കാരിൽ നിന്നും എഴുതിയെടുത്ത മാതൃകാ സഹാത്തിയാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. തൊഴിൽ ചെയ്യാൻ നമുക്കൊക്കെ വലിയ ഇഷ്ടമാണല്ലേ? തൊഴിൽ ചെയ്തു ജീവിക്കുന്നത് ഒരഭിമാനമാണ്. ശൈലജ ഉദ്ബോധിപ്പിക്കുകയാണ്. ശൈലജ ചെയ്യുന്ന തൊഴിലാണ് തൊഴിൽ. എന്തൊരധ്വാനമാണെന്നോ. എല്ലുമുറിയ പണിതാൽ ദിവസം 160 കുണുവ കിട്ടും. അതുകൊണ്ട് ശൈലജ ഒരു വിധത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. തൊഴിൽ ചെയ്യുന്നവരെന്നും ചെയ്തുകൊണ്ടേയിരിക്കും. മന്ത്രിപ്പണി ചെയ്തും മാസപ്പടി വാങ്ങിയും കഴിയുന്നവർ അങ്ങനെ തന്നെ ജീവിക്കും. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. എല്ലാവരും ദേശാഭിമാനിയാണ് വായിക്കുന്നതെന്ന് കരുതിയാണ് ശൈലജ ഇപ്പോഴും ജീവിക്കുന്നത്. നിഷ്കളങ്കതയുടെ തങ്കക്കുടമായി രാഷ്ട്രീയത്തിൽ അവതരിച്ച ശൈലജയുടെ കോവിഡ് കാല വിപ്ലവങ്ങളും കള്ളക്കഥ പറയലും അവർക്കൊരു കോമാളി പരിവേഷമാണ് നൽകിയിട്ടുള്ളത്. പിണറായി വിജയൻ കേരളത്തിലെ പാവം പിടിച്ച സ്ത്രീകൾക്ക് പിറക്കാതെ പോയ മകനാണ് എന്ന് പറഞ്ഞ അല്പത്തം ഈ ശൈലജയെ നാണം കെടുത്തിക്കളഞ്ഞു. ഏതു ദുരിതത്തിലും ഞങ്ങളെ കാക്കാൻ ഞങ്ങൾക്കൊരു മകനുണ്ട് പോലും. ഈ 80കാരനെ മകനായി സങ്കല്പിച്ച ആ സ്ത്രീകൾക്കപ്പോൾ എത്ര വയസ്സ് കാണും? മൂന്നാം പക്കം സിനിമയിൽ ജഗതിയുടെ കവല എന്ന കഥാപാത്രം സോമൻ്റെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്,
വളഞ്ഞ മാർഗത്തിൽ മക്കളുണ്ടാകും. പക്ഷെ വളഞ്ഞ മാർഗത്തിൽ എങ്ങനെ കൊച്ചുമക്കളുണ്ടാകും? പറ. ഇതുപോലെ ചോദിക്കേണ്ടി വരും ശൈലജയോടും. കേരളത്തിലെ പാവം സ്ത്രീകൾക്ക് വളഞ്ഞ മാർഗത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരു അപ്പൂപ്പനുണ്ടായി? തങ്ങൾ പറയുന്നത് മണ്ടത്തരമാണെന്ന് ഈ സഖാക്കൾക്ക് എല്ലാം അറിയാം. പക്ഷേ അത് ജനത്തിന് മനസ്സിലാകുന്നില്ല എന്നാണ് ഈ മണ്ട ശിരോമണികളുടെ ഒരു വിചാരം. ആശാ വർക്കർമാർ സമരം ചെയ്തപ്പോൾ ശൈലജ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ പോയായിരുന്നോ? എല്ലാം കേന്ദ്രമാണ് തരേണ്ടതെന്ന് ഉപദേശം കൊടുത്തു. എന്താ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയാതെ പോയത്? CPM-ന് വാദത്തിൻ്റെ അസ്കിതയുണ്ടോ? പണ്ട് CPM-ന് 60 MP-മാരുണ്ടായിരുന്നത്രേ. അവരൊക്കെ ഇന്ന് എവിടെ പോയി എന്ന പാവം സ്ത്രീ തിരിച്ചു ചോദിക്കാത്തത് കാര്യമായി. അതേരത്തെ കയ്യിലിരിപ്പാണല്ലോ നിങ്ങളുടേത്. ഈ ശൈലജയാണ് സ്വയം ഞാൻ ലോകത്തിൻ്റെ ടീച്ചറമ്മയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. എൻ്റെ പൊന്നു മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നില്ല എന്ന് മാത്രം. ശൈലജ ആത്മകഥയും എഴുതി കഴിഞ്ഞു. മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. സുധാകരൻ പറഞ്ഞത് ഇവരൊക്കെ എന്തോന്ന് അനുഭവിച്ചിട്ടാ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടാ ഈ പുസ്തകം എഴുതിയത് എന്നാണ്. ലോകത്തൊരമ്മയും ഒരു ടീച്ചറെയും പ്രസവിച്ചിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു. 5 കൊല്ലം മന്ത്രിയായിരുന്നു എന്നതാണ് ഇവർക്ക് പുസ്തകം എഴുതാനുള്ള അനുഭവം. ഓണത്തിനല്ലാതെ ദീപാവലിക്കും കേരളത്തിൽ ബോണസ് കൊടുക്കാറുണ്ടോ ശൈലജ മാം? ഇവരൊക്കെ എന്നാണ് ഓണത്തെ അംഗീകരിച്ചു തുടങ്ങിയത്? ഡബിൾ കെ ശൈലജ സാരി ഉടുത്ത 8 മമ്മൂഞ്ഞായി മാറുകയാണ് ചിലപ്പോൾ. എന്തിൻ്റെയും മാതൃത്വം ഏറ്റെടുത്തു കളയും. ഈ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് നിയമസഭയിൽ അടൂർ പ്രകാശിൻ്റെ ചോദ്യത്തിന് പറഞ്ഞ മറുപടിയാണ് അത്ഭുതകരം. കോന്നിയിൽ സർക്കാർ മെഡിക്കൽ കോളേജ് പ്രാവർത്തികമാകില്ല സാർ. ആ സ്ഥലത്തിൻ്റെ പേര് ആനകുത്തി എന്നാണ് സാർ. അവിടെ ആന ഇറങ്ങും സാർ. പക്ഷേ കോന്നിയിൽ മെഡിക്കൽ കോളേജ് വന്നു. അവിടെ ആന ഇറങ്ങാറില്ല, പക്ഷേ വീണ ജോർജ് എന്നും വരും. ഇപ്പോഴാ മെഡിക്കൽ കോളേജിൻ്റെ പേരിലാണ് സഖാക്കളുടെ ഇളകിയാട്ടമെല്ലാം. അധികാരം തലയ്ക്ക് പിടിച്ചാൽ ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്ന അപഭ്രംശം അത്ഭുതകരമാണ്. പെരുന്നുണ മാത്രം പറഞ്ഞ് അധികാരത്തിലെത്തുന്നവരെ എങ്ങനെ ജനം വിശ്വസിക്കും? ഇടതുപക്ഷം KPSC ലളിതയെ കൊണ്ട് പറയിപ്പിച്ച ഒരു പരസ്യത്തിലെ ഉപദേശമുണ്ട്: നുണ പറയുന്നവരെ സൂക്ഷിക്കണം. പണ്ടൊക്കെ ക്ലാസ് മുറികളിൽ നുണ പറയുന്ന പിള്ളേരുണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥാനം റിട്ടയർ ചെയ്ത ടീച്ചർമാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ശൈലജയുടെ കള്ളസാന്ത്വനം പൊളിച്ചടുക്കി രാഹുൽ മാങ്കൂട്ടം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് കമ്മികൾക്ക് ഭയങ്കരമായ അപമാനമായി പോയി. ഗർഭമെന്ന് പറഞ്ഞ് അന്തങ്ങൾ അതിനടിയിൽ വന്ന് മാസം തികയാതെ പ്രസവിക്കുകയാണ്. കണക്കിന് വാങ്ങി കൂട്ടുന്നുമുണ്ട്. മാളിയേക്കൽ ഫാമിലിയെ കൊണ്ട് ഒരു ഗാനമേള കൂടി നടത്തിക്കണം അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. ഓരോരോ വോട്ടും ഞങ്ങളുടെ ടീച്ചറമ്മയ്ക്ക്.